ഞാൻ സലീമ സാജിദ്. കൗൺസിലിംഗ് ക്യാപ്സൂളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 രാത്രികളാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മരിക്കും വരെ അവന് മറക്കാൻ കഴിയാത്തതും ആ 2 രാത്രികൾ തന്നെയാണ്. അവയിൽ ഒന്ന് വിവാഹത്തിന്റെ രാത്രിയാണ്, മറ്റൊന്ന് വിവാഹമോചനത്തിന്റെ രാത്രിയും. ആ 2 രാത്രിയും ആർക്കും ഉറങ്ങാൻ സാധിക്കില്ല. വിവാഹം കഴിഞ്ഞിട്ടാണല്ലോ വിവാഹമോചനം. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് വിവാഹരാത്രിയെ കുറിച്ച് സംസാരിക്കാം. സാധാരണ എല്ലാവരും രാത്രി കിടക്കുന്നത് ഉറങ്ങാനാണല്ലോ. എന്നാൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കിടക്കുന്ന മനുഷ്യ ജീവിതത്തിലെ ഏക രാത്രി ഈ രാത്രിയായിരിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. പറഞ്ഞത് ആരായിരുന്നാലും പതിരില്ലാത്ത ഒരു സത്യമാണത്. ആദ്യത്തേതിന് അത് ഏതായാലും അതിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ കാഴ്ചയിലാണല്ലോ ആണിനും പെണ്ണിനും അനുരാഗം പൊട്ടിമുളക്കുന്നത്. ഒരു ചെടിക്ക് ആദ്യമായി കിട്ടുന്ന പരിചരണമാണ് പിന്നീട് അതിന്റെ വളർച്ചയെ നിർണയിക്കുന്നത്. മാരകമായ രോഗം പിടിപെട്ട ഒരാൾക്ക് ആദ്യമായി കിട്ടുന്ന ചികിത്സ പിഴച്ചാൽ അത് അയാളുടെ ആയുസ്സിനെ തന്നെ ബാധിച്ചേക്കും. എന്നാൽ ഈ തത്വം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഫസ്റ്റ് നൈറ്റിനാണ്. തുടക്കം നന്നായാൽ വണ്ടി നന്നായി ഓടും. ഇല്ലെങ്കിലോ വണ്ടിക്ക് കട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങാനേ നേരമുണ്ടാവില്ല. അതറിയാവുന്നത് കൊണ്ടാണ് ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് കാലെടുത്തു വെക്കും മുമ്പ് ഏത് ആണിനും പെണ്ണിനും ചങ്കിടിക്കുന്നത്. ആ രാത്രിയെ പേടി സ്വപ്നമായി കണ്ട് കയ്യും കാലും വിയർക്കുന്നത്. വിവാഹം എന്നത് അടിസ്ഥാനപരമായി ഒരു കരാറാണ്. 2 വ്യക്തികളുടെ സമ്മതത്തോടെ ബന്ധുക്കളുടെ മധ്യസ്ഥതയിൽ സമൂഹത്തെ സാക്ഷി നിർത്തി എഴുതപ്പെടുന്ന ഒരു കരാറാണത്. കരാറിലെ വ്യവസ്ഥകൾ എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ബന്ധപ്പെട്ട കക്ഷികൾ ഒപ്പിട്ടിട്ടില്ലെങ്കിലും ഈ കരാറിനോളം ശക്തമായ ഒരു എഗ്രിമെന്റും ഈ ലോകത്തിൽ വേറെയില്ല. വിവാഹം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലുകളല്ല. അവ 2 മനസ്സുകളുടെ, 2 ശരീരങ്ങളുടെ കൂടി കൂടിച്ചേരലാണ്. മനസ്സിന്റെ വിശപ്പ് സ്നേഹം കിട്ടാനാണെങ്കിൽ ശരീരത്തിന്റെ ദാഹം സെക്സിനു വേണ്ടിയാണ്. രണ്ടും ചേരുംപടി കിട്ടിയാൽ ദാമ്പത്യം പൂത്ത് തളിർത്ത് പൂവിടും. ഇല്ലെങ്കിൽ വാടിക്കരിഞ്ഞു കൊഴിഞ്ഞു പോകും. ചെടികൾക്ക് വളരാൻ സൂര്യപ്രകാശം കൊണ്ട് മാത്രമാവില്ല, അതിന്റെ വേരുകൾക്ക് വെള്ളം തന്നെ കിട്ടണം. അതുപോലെ തന്നെയാണ് ദാമ്പത്യത്തിൽ സ്നേഹവും സെക്സും രണ്ടും വേണം. ഒന്ന് മറ്റൊന്നിന് പകരമല്ല, അതുപോലെ തന്നെ ഒന്ന് മറ്റൊന്നിന് എതിരുമല്ല. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയാറുണ്ട്. അത് വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നത് കൊണ്ടല്ല, മറിച്ച് വിവാഹം നടക്കുന്നിടം സ്വർഗമായി മാറും എന്ന അർത്ഥത്തിലാണ്. അതായത് ആകാശത്തിലെ സ്വർഗം മനുഷ്യന് ഈ മണ്ണിൽ തന്നെ സൃഷ്ടിക്കാൻ കഴിയും എന്നതാണത്. ആ വാഗ്ദാനം നടപ്പിലാക്കാൻ ശ്രമിക്കൂ എന്ന വെല്ലുവിളിയാണത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ദാമ്പത്യമെന്ന സ്വർഗത്തിലേക്ക് പോകാൻ വിവാഹം എന്ന പാസ്പോർട്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. യാത്ര ചെയ്യാൻ പാസ്പോർട്ട് മാത്രം പോരല്ലോ, വിസ കൂടി വേണ്ടേ? ഏത് കൗണ്ടറിലാണ് ആ വിസ ഇഷ്യൂ ചെയ്യുന്നത്? നമ്മുടെ പാസ്പോർട്ടിൽ വിസ അടിക്കേണ്ടത് നാം തന്നെയാണ്. അതിനുള്ള കൗണ്ടറാണ് മണിയറ. ഫസ്റ്റ് നൈറ്റ് ആണ് അതിനുള്ള സ്റ്റാമ്പ്. അന്നത്തെ പ്രകടനം നോക്കിയാണ് അതിൽ സ്റ്റാമ്പ് ചെയ്യുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ വിസ 100% ഉറപ്പാണ്. പിന്നെ സമാധാനത്തോടെ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടങ്ങാം. മരിക്കും വരെ സന്തോഷത്തോടെ ആ യാത്ര തുടരും. ദാമ്പത്യം എന്നത് ഒരു പുതിയ വണ്ടി പോലെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ വണ്ടി വർക്ക്ഷോപ്പിലാവും, ഓടിക്കുന്ന ആൾ ആശുപത്രിയിലും. അതുകൊണ്ട് തന്നെ വണ്ടി കയ്യിൽ കിട്ടിയ പാടെ ചാടിക്കയറി ഓടിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ എക്സ്പേർട്ട് ഡ്രൈവർ ആയിരിക്കാം, പക്ഷെ വണ്ടി പുതിയതാണ്. ഡ്രൈവിംഗ് സ്റ്റൈൽ ചിലപ്പോൾ വണ്ടിയുടെ മെക്കാനിസവുമായി യോജിച്ചു പോയില്ല എന്നും വരാം. അതിന് ആദ്യം വേണ്ടത് വണ്ടിയുമായി ഒന്ന് പരിചയപ്പെടുക എന്നതാണ്. വാഹനത്തിന്റെ ഓപ്പറേറ്റിംഗ് മാനുവൽ ശ്രദ്ധിച്ചു പഠിക്കണം. എന്നിട്ടും സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരോട് ചോദിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് കുറഞ്ഞ സ്പീഡിൽ കുറച്ചു ദൂരം ട്രയൽ യാത്ര നടത്തണം. അപ്പോൾ നമുക്ക് വണ്ടിയെയും
വണ്ടിക്ക് നമ്മളെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ കിട്ടും. എങ്കിലും ആ അല്പമായ അറിവ് വെച്ച് ധൃതി കൂട്ടരുത്. വണ്ടി റഫായി ഉപയോഗിക്കാനോ അമിത വേഗതയിൽ ഓട്ടാനോ ഒരിക്കലും ശ്രമിക്കരുത്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാതെ ഒഴിഞ്ഞു മാറാനും നോക്കരുത്. പുതിയ വണ്ടിയല്ലേ, അപകടമുണ്ടാവുമോ എന്ന് പേടിച്ച് വണ്ടിയെ തൊടാതെ മാറി നിൽക്കരുത്. അങ്ങനെ നിന്നാൽ വണ്ടി കാലാകാലം ഗാരേജിൽ കിടക്കേണ്ടി വരും. ഒടുവിൽ തുരുമ്പെടുത്ത് നാശമാവും. വലിയ വില കൊടുത്തു വാങ്ങിയത് പോർച്ചിൽ പ്രദർശിപ്പിക്കാനല്ല, അത്യാവശ്യത്തിന് യാത്ര ചെയ്യാനാണ് എന്ന ബോധ്യം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർത്തു വെച്ചിട്ടാവണം ദാമ്പത്യത്തിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങളുടെ ഡ്രൈവിംഗ് ഒന്ന് പിഴച്ചാൽ ഇല്ലാതാവുന്നത് നിങ്ങൾ മാത്രമല്ല, കൂടെ യാത്ര ചെയ്യുന്നവരും റോഡിൽ കൂടി പോകുന്നവരും കൂടിയാണ്. ആദ്യ രാത്രി എന്നത് ഒരു ശാരീരിക അനുഭവം മാത്രമല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന്റെ തുടക്കം കൂടിയാണത്. മണിയറയിൽ കൂടിച്ചേരുന്നത് രണ്ട് ശരീരങ്ങൾ മാത്രമല്ല, രണ്ട് മനസ്സുകൾ കൂടിയാണ്. ഫസ്റ്റ് നൈറ്റ് എന്നത് ദാമ്പത്യ ജീവിതത്തിന്റെ ഉദ്ഘാടന മഹോത്സവമാണ്. ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയാണത്. കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യ രാത്രിയിൽ വധൂവരന്മാർ ജീവിതമെന്ന ഡിവൈസിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആ സോഫ്റ്റ്വെയറിൽ വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഡിവൈസിൽ ആന്റിവൈറസുകൾ ഉണ്ടാവില്ല. ആ ജോലിയും ഭാര്യയും ഭർത്താവും ചെയ്തേ പറ്റൂ. അവരുടെ സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ആദ്യ പരീക്ഷണം കൂടിയായിരിക്കും അന്നത്തെ രാത്രി. ഭാവി ജീവിതത്തിന്റെ ഒരു ലബോറട്ടറി കൂടിയാണ് ആദ്യ രാത്രി. സമർപ്പണത്തിന്റെ ടെസ്റ്റ് ട്യൂബിൽ, സ്നേഹത്തിന്റെ ലായനിയിൽ, വിശ്വാസത്തിന്റെ ഒരു സ്പെസിമെൻ പരിശോധനയാണ് അവിടെ നടക്കുന്നത്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്കുള്ളതാണ് സംതൃപ്ത ദാമ്പത്യം എന്നത്. ഫസ്റ്റ് നൈറ്റ് എന്നത് ദമ്പതികൾക്ക് പരസ്പര വിശ്വാസം ഉറപ്പിക്കുവാനുള്ള രാത്രി കൂടിയാണ്. വിശ്വാസം എന്നത് സ്നേഹത്തിന്റെ കാവൽക്കാരനാണ്. വിവാഹത്തിന് മുമ്പ് കഴിഞ്ഞതെല്ലാം തുറന്നു പറഞ്ഞ് നേടേണ്ടതല്ല ആ വിശ്വാസം. ആദ്യ രാത്രി എന്നത് അതിനുള്ള അവസരവുമല്ല. അങ്ങനെയുള്ള തുറന്നു പറച്ചിലുകാർ നഷ്ടപ്പെടുത്തുന്നത് സ്വന്തം ജീവിതം മാത്രമല്ല, ഇണയുടെ ജീവിതം കൂടിയാണ്. വിവാഹം എന്നത് ഒരു പുതിയ ജീവിതമാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തായിരുന്നു എന്നത് മറ്റൊരാൾക്ക്, അത് നിങ്ങളുടെ ഇണയായാൽ പോലും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. അത് ചുഴിഞ്ഞു ചോദിച്ചറിയേണ്ട അവകാശം നിങ്ങളുടെ പങ്കാളിക്ക് ഒട്ടും തന്നെ ഇല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്തവും കുന്തവുമില്ലാത്ത പ്രായത്തിൽ ഒന്ന് തൊട്ടതും ഒളിച്ചു കളിച്ചതുമൊന്നും വിസ്തരിക്കേണ്ട ആവശ്യവുമില്ല. ദയവു ചെയ്ത് ആദ്യ രാത്രി അവസാന രാത്രി ആക്കാതിരിക്കാൻ ശ്രമിക്കുക. സിനിമയിൽ സാധാരണ കണ്ടുവരാറുള്ള ഒരു ആദ്യ രാത്രി സീനുണ്ട്. പെണ്ണും ചെറുക്കനും കഴിഞ്ഞതെല്ലാം തമ്മിൽ തുറന്നു പറയുന്നു. അതോടെ ഒന്നുകിൽ ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആയിത്തീരും, അല്ലെങ്കിൽ മണിയറ പരസ്പര സംശയങ്ങളുടെയും ആരോപണങ്ങളുടെയും പോർക്കളമായി മാറും. അതുകൊണ്ട് കഥ പറച്ചിൽ നിർത്തി കാര്യത്തിലേക്ക് കടക്കുക. മണിയറ പ്രണയത്തിന്റെ പൊന്നറയാക്കി മാറ്റുക. ആദ്യ രാത്രിയെക്കുറിച്ചുള്ള മറ്റൊരു അന്ധവിശ്വാസമാണ് ആ രാത്രി തന്നെ ലക്ഷ്യം സാധിക്കണം എന്നുള്ളത്. എന്നാൽ തിടുക്കം വേണ്ട. ആദ്യം തുറക്കേണ്ടത് ഇണയുടെ ശരീരമല്ല, മനസ്സാണ്. മനസ്സിലൂടെയാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പൂമ്പാറ്റ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെയാവണം. അവ ഓടിച്ചെന്ന് പൂക്കളിലേക്ക് ചാടിക്കയറി തിടുക്കപ്പെട്ട് തേൻ വലിച്ചു കുടിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് കാറ്റിൽ ഒഴുകി വന്ന് മൂളിപ്പാട്ട് പാടി പൂവിനു ചുറ്റും ഏറെ നേരം വലയം വെച്ച് പതുക്കെ പൂവിന്റെ ഇതളുകളിൽ ചെന്നിരുന്ന് ഒടുവിൽ പൂവിന്റെ സമ്മതം ചോദിച്ചുകൊണ്ടാണ് അത് തേൻ കുടിക്കുന്നത്. അപ്പോഴേക്കും പൂവും പരിപൂർണ വിധേയത്തോടെ പൂർണ്ണ സമ്മതത്തോടെ വണ്ടിന് പൂന്തേൻ പകർന്നു കൊടുക്കുന്നു. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുക. പുഴയുടെ കാര്യം തന്നെ ആവട്ടെ. കരയെ തൊട്ടും തലോടിയുമാണ് പുഴയുടെ ഒഴുക്ക്. വലിയ വെള്ളപ്പൊക്കത്തിലല്ലാതെ അതൊരിക്കലും കരയെ കവർന്നെടുക്കാറില്ല. മാത്രമല്ല
ഒഴുകിപ്പോവുന്ന തീരങ്ങളിലെല്ലാം അത് സമ്പൽ സമൃദ്ധമാക്കുന്നു. എന്നാൽ കടലോ രാപ്പകലില്ലാതെ വേനൽ വർഷമറിയാതെ സദാസമയവും അത് തീരത്തിലേക്ക് ആഞ്ഞടിക്കുന്നു. ലക്ഷ്യം കാണാതെ അതേപോലെ പിൻവാങ്ങുന്നു. അതുകൊണ്ട് വധൂവരന്മാർ ഒരിക്കലും കടലും തീരവും പോലെയാകാതെ പുഴയും കരയും പോലെയാകുക. ആദ്യ രാത്രി എന്നത് പല കാര്യങ്ങളുടെയും തുടക്കമാണ്. ദാമ്പത്യം എന്ന പുസ്തകത്തിന്റെ ആദ്യ അധ്യായമാണത്. സ്നേഹം എന്ന വീടിന്റെ തറകീറലും വിശ്വാസം എന്ന വൃക്ഷത്തിന്റെ വിത്ത് പാകലുമാണ്. വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും എല്ലാം നിരന്തര യാത്രയുടെ ഒരു തുടക്കമാണത്. സിനിമയിൽ കാണും പോലെ പാലും പഴവും കൊണ്ടല്ല ആദ്യരാത്രി തുടങ്ങേണ്ടത്, മറിച്ച് ക്ഷമ കൊണ്ടാണ് അത് വേണ്ടത്. അതുവരെ ആരും തുറക്കാത്ത കിളിവാതിലുകൾ ഒച്ച വെച്ച് മുട്ടി വിളിച്ചിട്ടോ ചവിട്ടി പൊളിച്ചിട്ടോ അല്ല അകത്തു കയറേണ്ടത്. അത് വേനൽ മഴ പോലെ നറുന്നിലാവായി കുളിർ കാറ്റായി ഇണയിൽ പെയ്തിറങ്ങണം. ഇണയെ പൊതിയണം, ഇണയെ തണുപ്പിക്കണം. അതിനാദ്യം വേണ്ടത് ഇണയുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സാണ്. പ്രത്യേകിച്ച് വധു വളരെ നെർവസ് ആയിരിക്കും. അപരിചിതമായ അന്തരീക്ഷത്തിൽ, അന്യരായ ആളുകൾക്കിടയിൽ, അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ രാത്രിയിൽ ഒരു മുറിയിൽ ഒറ്റക്ക് കഴിയേണ്ടി വരിക. ഇതെല്ലാം ഒരേ സമയം ഉൾക്കൊള്ളുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് ആദ്യം ചെയ്യേണ്ടത് ഭാര്യയെ വൈകാരികമായി സുരക്ഷിതയാക്കുക എന്നതാണ്. അവളോട് സംസാരിക്കുക, അവളെ കേൾക്കുക, അവളോട് ചിരിക്കുക, അങ്ങനെ അവളുടെ പേടി മാറ്റുക. ഇണചേരാൻ രണ്ടുപേരുടെയും സന്തോഷകരമായ സമ്മതം അനിവാര്യമാണ്. ഇണ തയ്യാറല്ല എന്ന് തോന്നിയാൽ നിർബന്ധിക്കരുത്. ആ ഒരു തീരുമാനം ബന്ധത്തിന്റെ ഭാവി മുഴുവനും മാറ്റിമറിക്കും. പേടിയിൽ നിന്ന് ഒരിക്കലും സ്നേഹമുണ്ടാവില്ല. സ്നേഹം കൊടുത്തുകൊണ്ട് സ്നേഹം സമ്പാദിക്കുക. ഇണയെ ആദരിക്കുക, അവരുടെ വികാരങ്ങളെ മാനിക്കുക. അപ്പോൾ നിങ്ങൾക്കും അത് തിരിച്ചു കിട്ടും. സ്നേഹവും ബഹുമാനവുമൊന്നും വൺ വേ ട്രാഫിക് അല്ല എന്ന് തിരിച്ചറിയുക. കമ്മ്യൂണിക്കേഷനാണ് എല്ലാ ബന്ധങ്ങളുടെയും ജീവൻ. ഇണകളുടെ ലൈംഗിക ബന്ധത്തിനും ഇത് ബാധകമാണ്. കിടപ്പറയിൽ ദമ്പതികൾ ശരീരം കൊണ്ട് മാത്രം നഗ്നരായാൽ പോരാ, മനസ്സുകൊണ്ടുകൂടി നഗ്നരാവേണ്ടതുണ്ട്. അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും പങ്കാളിയുമായി പങ്കുവെക്കണം. എന്നുവെച്ച് ആ അവസരം പഴയ കഥകൾ പറഞ്ഞ് ഒരു കാളരാത്രിയാക്കി മാറ്റാതിരിക്കുക. സ്നേഹത്തിന്റെ ഭാഷയാണ് സെക്സ് എന്നത്. നമ്മുടെ മനസ്സിന്റെ വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാധ്യമം നമ്മുടെ ഭാഷയാണ്. അതുപോലെ ശരീരത്തിന്റെ ദാഹമോഹങ്ങൾ ഇണയുമായി പങ്കുവെക്കുവാനുള്ള ഏറ്റവും നല്ല മീഡിയമാണ് സെക്സ് എന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ ശാന്തിയുണ്ടാവാൻ ഇണകളെ നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വാക്യം ഈ അവസരത്തിൽ ഓർക്കുന്നത് നന്ന്. സെക്സ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ദൈവം നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അതൊരിക്കലും ഒരു പാപമല്ല. അതിൽ നാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് ആസ്വദിച്ച് ചെയ്യുക. അതിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുക. അത് ഒരാൾക്ക് മാത്രം ലാഭം കിട്ടുന്ന കൂട്ടുകച്ചവടമാക്കരുത്. ഇണയെ സുഖിപ്പിക്കുക, ഇണയിൽ നിന്ന് സുഖം സമ്പാദിക്കുക. എല്ലാ ജീവജാലങ്ങളും ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് അവയുടെ വംശവർദ്ധനവിനു വേണ്ടി ദൈവം നൽകിയ കാരുണ്യമാണ്. എന്നാൽ വംശവർദ്ധനവിന് മാത്രമല്ലാതെ സെക്സ് ചെയ്യുന്ന ഏക ജീവി ഒരു പക്ഷേ മനുഷ്യൻ മാത്രമായിരിക്കും. അതുപോലെ തന്നെ രതിയെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഏക ജീവിയും മനുഷ്യൻ തന്നെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മൃഗങ്ങളും പക്ഷികളും ചെയ്തിരുന്നത് പോലെ തന്നെയാണ് ഇക്കാലത്ത് ജീവിക്കുന്നവരും സെക്സ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്! സെക്സിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നാം ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ സെക്സിനെ ഒരു മനോഹര അനുഭവമാക്കി മാറ്റാൻ നാം മനുഷ്യർക്ക് സാധിച്ചിരിക്കുന്നു. സെക്സ് എന്നത് ഒരു ശാസ്ത്രമാണ്. വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രം എഴുതപ്പെട്ട നാടാണിത്. എന്നാൽ നാം ഇന്ത്യക്കാർ ഇപ്പോഴും ഈ കാര്യത്തിൽ കാളവണ്ടി യുഗത്തിലാണ്. പരമ്പരാഗത രീതിയിലാണ് ഇപ്പോഴും നമുക്ക് താല്പര്യം. ഈ പഴഞ്ചൻ മനോഭാവം മൂലം സെക്സിന്റെ മുഴുവൻ മധുരവും ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല.
സെക്സ് എന്നത് ഒരു ശാസ്ത്രം മാത്രമല്ല, മികച്ച ഒരു കല കൂടിയാണ്. രണ്ടു കൂട്ടർക്കും സമ്മതമാണെങ്കിൽ സെക്സിൽ എല്ലാം അനുവദനീയമാണ്. ആരോഗ്യത്തിന് ഹാനികരമല്ലെങ്കിൽ, ശരീരത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഒന്നും പടിക്ക് പുറത്ത് നിർത്തേണ്ടതില്ല. സെക്സിനെ ശാസ്ത്രമായി കണ്ട് പ്രയോഗത്തിൽ കലയായി അനുഭവിച്ച് ആസ്വദിക്കുക. ഏത് കാര്യത്തിനും അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഉദാഹരണമായി ഭക്ഷണത്തിന്റെ കാര്യം തന്നെ എടുക്കുക. ഏതാഹാരത്തിനും അതിൻ്റെതായ ചില മുറകളുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓരോ കോഴ്സുകൾ. കഴിക്കുന്നതിൽ മാത്രമല്ല, വിളമ്പുന്നതിൽ കൂടിയുണ്ട് ആ ചിട്ടകൾ. തീൻമേശയിൽ ആദ്യം തന്നെ ആരും പുഡിങ്ങോ ഐസ്ക്രീമോ കഴിക്കാറില്ല. അത് അവസാനമാണ് കഴിക്കേണ്ടത്. അതുപോലെ സൂപ്പ് ഭക്ഷണത്തിന്റെ അവസാനത്തിലല്ല, ആരംഭത്തിലാണ് അത് രുചിച്ചു നോക്കേണ്ടത്. സെക്സിനുമുണ്ട് അതുപോലെ ചില ചിട്ടവട്ടങ്ങളും മുറയും നിറയും. അതൊരു പഠന പദ്ധതിയാണ്. അതിനൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ചാണ് ചെറിയ ക്ലാസ്സിൽ നിന്നും മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തിപ്പെടുന്നത്. അതുപോലെ ഘട്ടം ഘട്ടമായിട്ടാണ് സെക്സ് പൂർത്തീകരിക്കപ്പെടേണ്ടത്. 5ാം ക്ലാസ്സിൽ നിന്നും ഒറ്റയടിക്ക് 10ാം ക്ലാസ്സിലേക്ക് എത്താൻ നോക്കരുത്. ആദ്യം നോട്ടം കൊണ്ട് തുടങ്ങണം. ആ നോട്ടം കണ്ടാൽ ഇണക്ക് കാര്യം മനസ്സിലാകണം. പിന്നെ പ്രേമം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ട് വീഴ്ത്തണം. അതിനുശേഷം ചിരി കൊണ്ട് മയക്കണം. ഇണയുടെ പുഞ്ചിരിയിൽ മയങ്ങാത്ത തുണയുണ്ടാവുമോ? പിന്നെ തൊട്ടും തഴുകിയും തലോടിയും മുന്നോട്ട് പോകണം. ഫോർപ്ലേ അല്പം ഫൗളായാലും കുഴപ്പമില്ല. അല്ലാതെ ആദ്യഘട്ടം ഒഴിവാക്കി അവസാന ഘട്ടത്തിലേക്ക് പോവരുത്. ഗിയർ മാറ്റാതെ വണ്ടി ഓടിച്ചാൽ വണ്ടി കട്ടപ്പുറത്തിരിക്കും. ഫോർപ്ലേ ആണ് ഒരർത്ഥത്തിൽ ശരിക്കുള്ള പ്ലേ. അതിന്റെ പ്രകടനത്തിനനുസരിച്ചിരിക്കും ഭാവി ഫലം. വിത്ത് നന്നായാൽ വിളവും നന്നാകും എന്ന് പറയുന്നത് പോലെ ഫോർപ്ലേ കലക്കിയാൽ അവസാനത്തെ കളിയും അടിപൊളിയാവും. ശാരീരിക ബന്ധത്തിന് മുൻപുള്ള സ്നേഹപ്രകടനങ്ങൾ ഇണകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, മാനസികമായും ശാരീരികമായും സെക്സിന് തയ്യാറാകാൻ സഹായിക്കുന്നു. ഫോർപ്ലേയിൽ മടിയോ നാണമോ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ നാണിച്ചു മാറി നിന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സെക്സിന്റെ സ്വർഗത്തിലേക്കുള്ള താക്കോൽ തന്നെയാണ്. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്ന കാര്യം മറക്കാതിരിക്കുക. ഭാര്യയുടെ സന്തോഷം അത് ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക എന്നത് ഭാര്യയുടെ നിർബന്ധ ബാധ്യതയുമാണ്. ആദ്യം കൊടുക്കുക, പിന്നെ വാങ്ങുക എന്നതായിരിക്കണം ഇക്കാര്യത്തിൽ ഇണകളുടെ മാനിഫെസ്റ്റോ. ദാമ്പത്യത്തെ കൂട്ടിയിണക്കുന്ന പൊന്നിന്റെ ചെങ്ങലയാണ് സെക്സ് എന്നത്. ഏറെ കാലം ഉപയോഗിക്കാതിരുന്നാൽ പൊന്നായാലും ചങ്ങല തുരുമ്പിച്ചു പോകും. അതിനനുവദിക്കാതെ അതിനെ എന്നും എണ്ണയിട്ട് മിനുക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുക. സെക്സിന് തുടർച്ച വേണം. അതിനും വേണം ഒരു വ്യവസ്ഥ. അത് ഓണവും പെരുന്നാളും പോലെ വർഷത്തിലൊരിക്കലോ, 2ാം ശനി കടക്കെ മാസത്തിലൊന്നോ, വെള്ളിയാഴ്ച ജുമുഅ പോലെ ആഴ്ചയിൽ ഒരിക്കലോ പോരാ. ഏത് തിരക്കിനിടയിലും അതിനുള്ള സമയം കണ്ടെത്തണം. ആരെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ടായാലും അത് നടന്നിരിക്കണം. ദാമ്പത്യ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നത് സെക്സാണ്. അത് ഇണകൾ തമ്മിലുള്ള മാനസികമായ അകലം കുറക്കുന്നു. ശരീരങ്ങൾ ഒന്നായിത്തീരുമ്പോൾ മനസ്സുകളും ഒന്നായിത്തീരുന്നു. സെക്സിലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരസ്പരം തുറന്നു പറയണം. ചർച്ചകൾക്കൊടുവിൽ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഇഷ്ടങ്ങൾ കണ്ടെത്തണം. അത് നടപ്പാക്കാൻ രണ്ടുപേരും മുന്നിട്ടിറങ്ങണം. പരസ്പരം വിട്ടുവീഴ്ചയും സഹനവും ചെയ്യാൻ മടി കാണിക്കരുത്. ആദ്യ രാത്രി തന്നെ പെർഫെക്റ്റ് ആവണം എന്ന് ആരും പ്രതീക്ഷിക്കരുത്. സിനിമയല്ല ജീവിതം എന്നത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഇണയെ നിർബന്ധിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. ഒട്ടും തന്നെ കളിയാക്കുകയും ചെയ്യരുത്. ഫോണ്, സോഷ്യൽ മീഡിയ എന്നിവയെല്ലാം ആ ദിവസമെങ്കിലും ദൂരേക്ക് മാറ്റിവെക്കുക. ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ഇണക്ക് മാത്രമുള്ളതാണ്. അത് ഇണക്ക് മാത്രം നൽകുക. ആദ്യ ദിനം ഫെയിലായി എന്ന് കരുതി നിരാശപ്പെടരുത്. ജീവിതം എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, പല ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു രാവ് പോയാൽ പോവട്ടെ. പ്രണയത്തിന്റെ 1001 രാവുകൾ പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യ രാത്രിയുടെ ത്രില്ല് ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. എല്ലാ രാത്രികളും ആദ്യ രാത്രി പോലെ തന്നെ ആയി മാറട്ടെ.
അതിനുവേണ്ടി ആയിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവൃത്തികളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.